ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീൻ ട്രേഡർ. സഡൻ ആയിട്ട് പോകുന്ന റിവേഴ്സലുകൾ എങ്ങനെ അവോയ്ഡ് ചെയ്യാം? ഇന്നത്തെ നിഫ്റ്റിയിൽ അതുപോലൊരു മൊമെന്റ് ഉണ്ട്. ഇന്ന് മോർണിംഗിൽ മാർക്കറ്റ് ഒരു നല്ല അപ് ട്രെൻഡ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് 3 ജൂലൈയിലെ പെർഫോമൻസ് ആണ്. അത് കഴിഞ്ഞ് മാർക്കറ്റ് ഒരു ചെറുതായിട്ട് ഡൗൺ ഇറങ്ങാൻ നോക്കിയതിന് ശേഷം പിന്നീട് ഒരു ഹൈക്ക് മാർക്കറ്റ് മേളിലേക്ക് കയറിയതിന് ശേഷമാണ് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് പോയത്. ഡൗൺ സൈഡ് അപ്രോക്സിമേറ്റ് ലാസ്റ്റ് വന്ന ഡൗൺ സൈഡ് നല്ലൊരു ട്രേഡ് ആയിരുന്നു. പക്ഷേ അതിന് മുമ്പ് മാർക്കറ്റ് ഒന്ന് ഇറങ്ങാൻ നോക്കിയിട്ട് പെട്ടെന്നൊരു സഡൻ റിവേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രീമിയം ഒക്കെ എടുക്കുമ്പോൾ ഇതുപോലത്തെ സഡൻ റിവേഴ്സ് ഒരുപാട് ലോസിലേക്ക് പോകാം. അപ്പം നമുക്ക് ലോസ് ഒരുപാട് പോകുന്നതിന് മുമ്പ് എക്സിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പല വിധത്തിൽ നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ തരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് സിമ്പിളാണ് വർക്കൗട്ട് ചെയ്യാൻ. അപ്പം നമ്മുടെ സോഫ്റ്റ്വെയർ പ്രകാരം നമുക്ക് കറക്റ്റായിട്ടൊരു റിവേഴ്സലുകൾ നമുക്ക് എവിടെ നിന്നാണ് ഒരു പ്രോപ്പർ റിവേഴ്സൽ പോകുന്നതെന്ന് കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ സോഫ്റ്റ്വെയർ വിൻറ്ററിൻ്റെ 8.1 പ്രത്യേകത. അതിൽ നമുക്കൊരു സിഗ്നൽ കൺഫർമേഷൻ വന്ന് റിവേഴ്സ് അടിക്കാൻ സാധ്യതയുള്ള ട്രേഡുകൾ നമുക്ക് എക്സ്ട്രാ കളർ വഴി കാണിച്ചു വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് എക്സിറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ കറക്റ്റ് ഇൻഫർമേഷൻ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഈ സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഇതിൻ്റെ ലൈവ് സെക്ഷൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ട്രേഡ് വെച്ച് നോക്കുകയാണെങ്കിൽ രാവിലെ മോർണിംഗിൽ മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം ബൈ സിഗ്നൽ തന്നു. സിഗ്നൽ വന്ന് ഓൾറെഡി നേരത്തെ കൺഫേംഡ് ആയിരുന്നു. കാരണം താഴത്തെ കൺഫർമേഷൻ ബാർ ഗ്രീൻ ആയിരുന്നു. അവിടെ തന്നെ ട്രേഡ് എടുക്കുക. അവിടുന്ന് മാർക്കറ്റ് കയറിയിട്ടുണ്ട്. അവിടുന്ന് മാർക്കറ്റ് കുറച്ച് കയറിപ്പോയി തിരിച്ച് പെട്ടെന്ന് റിവേഴ്സൽ അവിടുന്ന് വന്നിരുന്നു. അവിടുന്ന് എക്സ്ട്രാ കളർ വഴി ഓറഞ്ചിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല ട്രെൻഡ് ഇപ്പോൾ ഇവിടെ തന്നെ കണ്ടോ, ട്രെൻഡ് നമുക്ക് റിവേഴ്സിലേക്ക് വരുന്നതിന് മുമ്പ് ട്രെൻഡ് തിരിച്ചറിയാനാണ് നമുക്കിവിടെ ട്രെൻഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു ചെറിയ ഹൈക്ക് മാർക്കറ്റ് ഒരു ചെറിയ ട്രെൻഡിലേക്ക് ചാൻസ് നമുക്ക് അവിടെ നിന്ന് കുറേ നേരം സപ്പോർട്ട് അടിക്കാൻ ഇങ്ങനെ നിന്ന് റിവേഴ്സ് പോകുമ്പോൾ നമുക്ക് ട്രെൻഡ് മാറും. അപ്പോൾ ഒരു സഡൻ ഹൈക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കുറേ നേരം ആ സപ്പോർട്ട് അടിക്കാൻ ബ്രേക്ക് ചെയ്യാൻ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ ലെവലിൽ നമുക്ക് എക്സിറ്റ് ചെയ്ത് ഇവിടെ നമ്മുടെ ഇവിടെ ട്രെൻഡും ചേഞ്ച് ആവും. പിന്നെ ട്രെൻഡ് ലൈൻ മാറും. പിന്നെ അതേപോലെ താഴത്തെ കളർ ബാർ ലാസ്റ്റേ മാറത്തുള്ളൂ. പക്ഷെ അതിനു മുമ്പ് നമുക്ക് കളർ ചേഞ്ചും തരും. അപ്പോൾ ഈ പല സിറ്റുവേഷൻസിൽ നമ്മുടെ സോഫ്റ്റ്വെയറിൽ റിവേഴ്സിൽ കാണിച്ചിട്ട് അപ്പോൾ ഈ ഒരു റിവേഴ്സലുകൾ ആ കളർ ചേഞ്ച് വരുന്ന സമയത്ത് നമുക്ക് എവിടെ നിന്ന് എക്സിറ്റ് അടിച്ച് വിടാൻ പറ്റും. അപ്പോൾ അവിടുന്ന് 5 മിനിറ്റ്സിൽ വരുന്നതിന് മുമ്പ് 1 മിനിറ്റ് ചേഞ്ച് ആവും. അപ്പോൾ 1 മിനിറ്റിൽ ചേഞ്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അപ്പം തന്നെ ഇൻഫർമേഷൻ കിട്ടും ട്രെൻഡ് ചേഞ്ച് ആവുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് റിവേഴ്സ് പോകുന്നതിന് മുമ്പ് ഇവിടെ നമുക്ക് എക്സിറ്റ് അടിച്ച് വിടാൻ സോഫ്റ്റ്വെയറിൻ്റെ ഇൻഫർമേഷൻ കറക്റ്റായിട്ട് തരുന്നുണ്ട്. അത് മാത്രമല്ല സിഗ്നൽ വന്ന് കറക്റ്റ് കൺഫർമേഷൻ ലെവൽസ് ബ്രേക്ക്ഔട്ട് പെട്ടെന്ന് വരുന്ന ട്രേഡുകൾ കൂടുതൽ ആക്യുറേറ്റ് ആയി. ഇപ്പോൾ ഈ ലാസ്റ്റ് വന്ന ട്രേഡ് പോലെ കൺഫർമേഷൻ അപ്പം തന്നെ വന്നു, സപ്പോർട്ട് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ 100 പോയിന്റോളം ഇറങ്ങിയിട്ടുമുണ്ട്. പക്ഷേ ഇതിന് മുമ്പ് വന്ന ട്രേഡ് കൺഫർമേഷൻ ലെവൽസ് കുറേ നേരമായിട്ട് ബ്രേക്ക് ചെയ്ത് വരാതെ പിന്നീടാണ് കൺഫേം ആയത്. അങ്ങനത്തെ ട്രേഡിൽ സ്ട്രോങ് ആയിരിക്കില്ല. അപ്പോൾ അതുപോലത്തെ ട്രേഡ് അഥവാ എടുത്തു കഴിഞ്ഞാലും നമുക്ക് അവിടെ സപ്പോർട്ട് കുറേ നേരമായിട്ട് ബ്രേക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എക്സിറ്റ് അടിക്കാം. അവിടെ റിവേഴ്സ് പോകുന്നതിന് മുമ്പ് നമുക്ക് ട്രെൻഡും ചേഞ്ച് ആയി തരാം. അപ്പോൾ ട്രെൻഡ് ചേഞ്ച് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ ഒരു സഡൻ ഹൈക്ക് നമുക്ക് ഒരുപാട് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഇല്ലെങ്കിൽ നമുക്കിവിടെ കൺഫർമേഷൻ ലെവൽസ് കറക്റ്റ് ലെവലിൽ വന്നിരുന്നത് വരാതിരിക്കും നമുക്ക് അത് റിവേഴ്സിൽ ചാൻസ് ഉണ്ട്. അഥവാ നമ്മൾ ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ റിവേഴ്സ് ഇവിടെ ഹോളോ ക്യാൻഡിൽസ് വഴി നമുക്ക് എക്സിറ്റ് ചെയ്യാനായിട്ട് അവിടെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് പെട്ടെന്നൊരു ഹൈക്ക് അടിച്ചത്. ഓക്കെ, ഈ ലെവൽ എടുക്കാനുള്ള ലെവലായിട്ടില്ല. കാരണം ഇതൊരു ലോങ് ക്യാൻഡിൽ ആയതുകൊണ്ട് അവിടുന്ന് മാർക്കറ്റ് നമുക്ക് ട്രേഡ് ഇവിടെ എടുക്കാൻ പറ്റില്ല. ഈ ട്രേഡ് എടുക്കാൻ പറ്റുമായിരുന്നു. കറക്റ്റ് ലെവലിൽ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. ഈ ലാസ്റ്റ് ട്രേഡ് നല്ല ബ്രേക്ക് ആയിരുന്നു. അത് കഴിഞ്ഞ് വന്ന 2 ട്രേഡ് നമുക്ക് ആക്ച്വലി ട്രേഡ് സക്സസ്ഫുൾ ആയിരുന്നില്ല. നമ്മുടെ സോഫ്റ്റ് അവിടെ ട്രേഡ് കൺഫേം ആയിക്കഴിഞ്ഞാലും റിവേഴ്സ് പോകുന്ന ലെവലുകൾ കറക്റ്റായിട്ട് ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ പ്രകാരം നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ലോസ് ലിമിറ്റ് ചെയ്യാൻ പറ്റും, ആക്യുറേറ്റ് ആയിട്ട് ട്രേഡ് കിട്ടും. അപ്പോൾ ഇതിൽ ലേറ്റസ്റ്റ് വേർഷൻ്റെ സ്ട്രാറ്റജി അടക്കമുള്ള 8 ടൈപ്പ് ഉണ്ട്. ഇതിൽ ക്യാൻഡിൽ സ്റ്റിക്ക് യൂസ് ചെയ്യാം, ബാർ ചാർട്ട് യൂസ് ചെയ്യാം, അങ്ങനെ പല ടൈപ്പ് ഇന്ന സെറ്റ് ചെയ്യാനുള്ള ഉണ്ട്. ഇതാണ് ക്യാൻഡിൽ സ്റ്റിക്ക് വെർഷൻ. ഇത് ബാർ ചാർട്ട്, അങ്ങനെ പല ടൈപ്പ് 8 ടൈപ്പ് ഇന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് വർക്കൗട്ട് ആവുന്ന സ്ട്രാറ്റജി എന്നുള്ളത് നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ലൈവിൽ കോൺടാക്ട് ചെയ്യാം, ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യാം, അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.